മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 27 പേരുടെയും ക്ഷേമ പെൻഷൻ റദ്ദാക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ ഉത്തരവിനനുസരിച്ച് തുക തിരിച്ചുപിടിക്കും. കൗൺസിൽ തീരുമാനത്തിൽ 27 അനർഹരെയും സസ്പെൻഡ് ചെയ്യാനാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഈ 27 പേർക്കും നമ്മൾ രേഖാമൂലം ഇവിടുന്ന് കത്തയക്കും. സസ്പെൻഡ് ചെയ്തു എന്നറിയിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കത്തയക്കും. അതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹിയറിങ്ങിനായിട്ട് ഈ 27 പേർക്കും നമ്മൾ ഒരു അവസരം കൊടുക്കും. അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഹിയറിങ്ങിന് ഹാജരാവാം. അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ മുറക്ക് നടക്കും. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഇന്നലെയാണ് ഈ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവം, 27 പേർ ഇത് കൈപ്പറ്റിയ സംഭവം കോട്ടയ്ക്കൽ നഗരസഭയുടെ കണ്ടെത്തൽ 24 വാർത്തയാക്കിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ 27 പേരുടെയും ക്ഷേമ പെൻഷൻ റദ്ദാക്കാൻ തീരുമാനമുണ്ടായിരിക്കുകയാണ്. എപ്പോഴാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെ? കീർത്തന, ഉടൻ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് ഈ കോട്ടക്കൽ നഗരസഭയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് കോട്ടക്കൽ നഗരസഭാ പരിധിയിലെ 7-ാം വാർഡിൽ 27 പേർ അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റുന്നതിനുള്ള കണ്ടെത്തൽ കോട്ടക്കൽ നഗരസഭ നടത്തിയത്. ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തൽ കോട്ടക്കൽ നഗരസഭ കണ്ടെത്തലും ഉണ്ടാവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഇന്ന് കൗൺസിൽ ചേർന്നത്. ഈ കൗൺസിൽ യോഗത്തിലാണ് 27 പേരുടെ പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനം കൗൺസിൽ ഏകകണ്ഠമായി എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 27 പേരിൽ പലർക്കും എല്ലാവരുടെ വീട്ടിലും കാറുകളുണ്ട്. അതോടൊപ്പം തന്നെ 2000 ചതുരശ്ര ഇതിലധികമാണ് വീടിന്റെ വിസ്തീർണമുള്ളത്. അതോടൊപ്പം തന്നെ പല വീടുകളിലും മേസിയും എല്ലാം തന്നെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ അനർഹമായ കാരണങ്ങൾ ആണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഉടൻ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇവരെ സസ്പെൻഡ് ചെയ്തെന്ന് ചൂണ്ടിക്കാണിച്ച് നഗരസഭ കത്തയക്കും. അതിന് പിന്നാലെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇവർക്ക് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സമയവും നഗരസഭ അനുവദിക്കും. അതോടൊപ്പം തന്നെ ഈ പണമെല്ലാം തന്നെ തിരിച്ചുപിടിക്കാനുള്ള തീരുമാനം നഗരസഭ എടുത്തിരിക്കുകയാണ്. ഏത് കാലാവധി മുതൽ ഏത് കാലാവധി വരെ തിരിച്ചുപിടിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സർക്കാർ ഒരു കൃത്യമായ ഒരു സൂചന അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കുകയാണെങ്കിൽ അതിനനുസൃതമായി തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലേറെ പ്രധാന വിവാദമായിരുന്ന ഒരു കാര്യം, കോട്ടക്കൽ നഗരസഭാ പരിധിയിൽ BMW കാറുള്ള ഉടമയുടെ മാതാപിതാക്കൾ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വിവാദമാവുക. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റുന്നു കണ്ടെത്തുന്നത്. കീർത്തന. ശരി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.